മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. പൂർണ്ണദണ്ഡ വിമോചനം നേടാനുള്ള സാധ്യത അനുവദിച്ച് വത്തിക്കാൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികത്തിൽ ഒരു പ്രത്യേക ഫ്രാൻസിസ്കൻ വർഷം അനുവദിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പതിവ് നിബന്ധനകൾക്ക് വിധേയമായി പൂർണ്ണദണ്ഡ വിമോചനം നേടാനുള്ള സാധ്യത അനുവദിച്ച് വത്തിക്കാനിലെ അപ്പസ്തോലിക പെനിറ്റൻഷ്യറി 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെ നീളുന്ന ഫ്രാൻസിസ്കൻ വർഷത്തിലാണ് ഈ സാധ്യത അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കൗദാശിക കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥന എന്നിവയാണ് പ്രധാനമായി പൂർണ്ണദണ്ഡ വിമോചനത്തിനുള്ള നിബന്ധനകൾ. കൂടാതെ ഈ വർഷത്തിൽ പ്രത്യേകമായി ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളോ വിശുദ്ധന്റെ നാമധേയത്തിലുള്ളതോ അതുമായി ബന്ധപ്പെട്ടതോ ആയ ഏതെങ്കിലും ദേവാലയങ്ങളിലോ തീർത്ഥാടനം നടത്തുകയും ഭക്തികൃത്യങ്ങൾ ചെയ്യുന്നതും ഫ്രാൻസിസ് അസീസിയെ പോലെ ലോകത്തിന്റെ മേൽ ദൈവകരുണ വർദ്ധിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കുന്നതിനുള്ള ഉപാധിയായി വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവായുമായ മൊറൻ മോർ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവായുടെ 19ാമത് ഓർമ്മ പെരുന്നാൾ ജനുവരി 17-18 തീയതികളിൽ പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ ആചരിച്ചു. ജനുവരി 17-ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. സഭയിലെ അഭിമന്യ പിതാക്കന്മാർ, റംബാൻമാർ, കോറപ്പിസ്കോപ്പാമാർ, വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാനായി ജനുവരി 13-ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കാത്തലിക് കൗൺസിൽ വൈസ് പ്രസിഡന്റായി പത്തനംതിട്ട ഭദ്രാസന പാസ്റ്ററൽ കൗൺസിൽ അൽമായ സെക്രട്ടറി ശ്രീ VT രാജൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാധന ക്രമവർഷ ഏകദിന പരിശീലനം നടത്തപ്പെട്ടു. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിനായുള്ള ആരാധനാ ക്രമവർഷ ഏകദിന പരിശീലനം ജനുവരി 10-ന് തിരുവനന്തപുരം നാലാഞ്ചിറ ബദനി മഠത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ആരാധന ക്രമവർഷ കോർഡിനേറ്റർ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മാർത്താണ്ഡം ഭദ്രാസനത്തിലെ വൈദികർക്കായുള്ള ആരാധന ക്രമവർഷ ഏകദിന പരിശീലനം ജനുവരി 13-ന് മാർത്താണ്ഡം മേരിഗിരി അരമനയിൽ വെച്ച് നടത്തപ്പെട്ടു. അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ തോമസ് പ്രമോദ് OIC, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മേരി മക്കൾ സന്യാസിനി സമൂഹം പാറശാല വെണ്ണിയൂർ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിനായുള്ള ആരാധനാ ക്രമവർഷ ഏകദിന പരിശീലനം ജനുവരി 15-ന് പാറശാല വെണ്ണിയൂർ പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ബെർണാഡ് വലിയവിള, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിനായുള്ള ആരാധനാക്രമ വർഷ ഏകദിന പരിശീലനം ജനുവരി 17-ന് തിരുവല്ല ഹോളി സ്പിരിറ്റ് റീജിയണൽ ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, തിരുവല്ല അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളി, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മാഗസിൻ പ്രകാശനം ചെയ്തു. MCYM പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ 2024-25 പ്രവർത്തന പാതയിൽ നേതൃസ്ഥാനത്തായിരുന്ന ഭദ്രാസന നേതാക്കന്മാരുടെ അനുഭവക്കുറിപ്പുകൾ ചേർത്ത് ഹോദോസ് എന്ന പേരിൽ ജനുവരി 10-ന് പത്തനംതിട്ട ബിഷപ്സ് ഹൗസിൽ വെച്ച് പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പൊലീത്ത മാഗസിൻ പ്രസിദ്ധീകരിച്ചു. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിബിൻ എബ്രഹാം, ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് പുതുപ്പറമ്പിൽ, ഭദ്രാസന ആനിമേറ്റർ സിസ്റ്റർ ജോവാൻ SIC, ഭദ്രാസന ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. റാങ്ക് കരസ്ഥമാക്കി. പത്തനംതിട്ട ഭദ്രാസനത്തിലെ ഫാദർ മാത്യു നെരിയാട്ടിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. നിര്യാതയായി. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻസിലെ സിസ്റ്റർ സോഫിയ SIC ജനുവരി 11-ന് നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജനുവരി 12-ന് തിരുവല്ല അതിഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുമൂലപുരം പ്രൊവിൻസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.